ഹലോ ഹായ് നമസ്കാരം. പുതിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നമ്മളെ ഫോളോ ചെയ്യുന്ന എല്ലാവരോടും സ്നേഹം മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ നെയ്യാറ്റിൻകര രാമചന്ദ്രയിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. വേറെ ഒന്നുമല്ല, അച്ഛനും ഓപ്പറേഷത്തിൻ്റെ ഡേറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛനും മുണ്ടും ഷർട്ടും കുറച്ച് ബെൽഷീറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണമായിരുന്നു. അപ്പോൾ ഏച്ചിയും മോളും അമ്മയും നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു. ഏച്ചിൻ്റെ അമ്മയാണ്, ഏട്ടൻ്റെ അമ്മയാണ്. പിന്നെ ഞാനും അറിഞ്ഞിട്ടും മോളും വരുന്ന വഴിക്ക് മഴയൊക്കെ ആയതുകൊണ്ട് ഏച്ചിൻ്റെ വീട്ടിൽ വണ്ടി ഏച്ചി ഓട്ടോയിലാണ് വന്നത്. അതുകൊണ്ട് കുറച്ച് നമ്മൾ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഈ ബെഡ്ഷീറ്റ് നല്ല എന്താ പറയുക, നല്ല വിലക്കുറവ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1200 സംതിങ്ങിന് കൊടുത്തുകൊണ്ടിരുന്നത് 399 രൂപയ്ക്കാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് രാമേന്ദ്രയിൽ ഭയങ്കരമായിട്ട് ബെൽഷീറ്റ് ഒരു 5-6 എടുത്തിട്ടാണ് ആൾക്കാർ പോകുന്നത്. നല്ല കട്ടി, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഇല്ലായിരുന്നു കേട്ടോ. അപ്പം നമ്മളും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. 2-3 നമ്മളും എടുത്തിട്ടുണ്ടായിരുന്നു. അച്ഛന് ഓപ്പറേഷൻ ഈ മാസം 22-ാം തീയതി അച്ഛന് ബോഡി മൊത്തം ടെസ്റ്റും പിന്നെ 30-ാം തീയതി അച്ഛൻ അഡ്മിറ്റ് ചെയ്യുക ഓപ്പറേഷനാണ് കേട്ടോ. വാൾവ് മാറ്റി വെക്കലാണ്. അപ്പോൾ അച്ഛന് ഈ ഒരു വർഷം മുൻപേ തന്നെ അത് ഓപ്പറേഷൻ കഴിയേണ്ടതായിരുന്നു. പക്ഷേ അച്ഛൻ ഇങ്ങനെ നീട്ടി കൊണ്ടുപോയിട്ട് ഹെൽത്തൊക്കെ കുറച്ച് ഇതായി അങ്ങനെയൊക്കെ നീട്ടി വന്നതാണ്. അപ്പോൾ ഇപ്രാവശ്യമെങ്കിലും നല്ല രീതിയിൽ ഓപ്പറേഷൻ നടക്കുന്നുള്ള വിശ്വാസത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. അങ്ങനെ അവിടെ പർച്ചേസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. സ്കൂൾ കുട്ടികളെ പിന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ ഭയങ്കര തിരക്കുള്ളൊരു സമയമായിരുന്നു. പക്ഷെ നമ്മൾ പോയ സമയത്ത് ഏകദേശം ആൾക്കാരൊക്കെ ഒഴിഞ്ഞൊരു ടൈമായിരുന്നു നോക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ പാവക്കുട്ടിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ശിലക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരുപാട് പാവക്കുട്ടി ഉള്ളതുകൊണ്ട് ഞാൻ വാങ്ങിച്ചൊന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അല്ലെങ്കിൽ അവൾ എന്തെങ്കിലും ഒരു വാശി പിടിച്ചാൽ നമ്മളങ്ങനെ വാങ്ങി കൊടുക്കാറില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അവൾ കരഞ്ഞ് കുറച്ച് കഴിയുമ്പം അത് സെറ്റാവും. എല്ലാം നമ്മൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ പിന്നീട് ആ ഒരു വാശി പിടിച്ചാൽ വാങ്ങി, അല്ലെങ്കിൽ വാശി പിടിച്ചാൽ കിട്ടുമെന്നുള്ളൊരു വിശ്വാസം നമ്മുടെ മനസ്സിൽ, അവളെ മനസ്സിൽ തങ്ങി നിന്ന് അത് അങ്ങനെ തന്നെ ഫോളോ ചെയ്യും. അതുകൊണ്ട് അവൾക്ക് വേണ്ട കളിപ്പാട്ടാണെങ്കിലും എല്ലാ കാര്യവും നമ്മൾ അറിഞ്ഞുകൊണ്ട് വാങ്ങിക്കാറുണ്ട്. വാശി പിടിച്ചൊന്നും വാങ്ങിക്കൊടുക്കാറില്ല എന്നുള്ളത്. അതിന് അച്ഛന് വേണ്ടി മുണ്ടൊക്കെ നോക്കുകയാണ്. അങ്ങനെ ഏച്ചിയും ഏട്ടനും കൂടി സെലക്ട് ചെയ്യാൻ കേട്ടോ. ആ ഭാഗം അവർക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. പിന്നെ അങ്ങനെ സെലക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് വരുന്നത്. പുറത്ത് ഭയങ്കര നല്ല മഴയാണ് കേട്ടോ. ഞാൻ വല്ലാണ്ട് ടയേർഡായിട്ടുണ്ട്. ഒരുപാട് പേര് ചോദിക്കാറുണ്ട് എന്ത് പറ്റി എന്നുള്ളത്. സമയമാകുമ്പോൾ ഞാൻ എല്ലാവരുടെ അടുത്തും പറയുന്നതായിരിക്കും. വേറെ പേടിക്കാനുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ല കേട്ടോ. ലൈഫിൽ നല്ലതും മോശമൊക്കെ നമ്മുടെ ലൈഫിൽ നമ്മളെ തേടി വരും. അത് അതിജീവിച്ച് പോവുക എന്നുള്ളതാണ്. തോറ്റു കൊടുക്കൽ അല്ലെങ്കിൽ തോൽക്കാൻ മനസ്സില്ല എന്നുള്ളത് ഒരു മനസ്സിൽ വെച്ചാൽ തന്നെ നമ്മൾ ജയിക്കുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അങ്ങനെ അച്ഛൻ്റെ ഷർട്ട് നോക്കുകയാണ്. ഏച്ചിയും ഏട്ടനും കൂടി സെലക്ട് ചെയ്യണം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അച്ഛൻ്റെ ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഏച്ചിക്ക് അറിയില്ല. എനിക്കങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യാനൊന്നും, സത്യം പറഞ്ഞാൽ ബോയ്സിനൊന്നും സെലക്ട് ചെയ്യാൻ എനിക്കങ്ങനെ അറിയത്തുണ്ടായിരുന്നില്ല. പിന്നെ അച്ഛനെ ഇതിലേക്ക് നോക്കി. പിന്നെ നമ്മുടെ ശിലമോൾക്ക് ഒരു കണ്ണാടി കിട്ടി കഴിഞ്ഞാൽ അവൾ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും, കഥ പറഞ്ഞുകൊണ്ടൊക്കെ ഇരുന്നോളും. അതുകൊണ്ട് ആ ഭാഗം നോക്കേണ്ട ഒരു ആവശ്യമേ ഇല്ല. പിന്നെ എനിക്ക് നിങ്ങളോട് പേഴ്സണലായിട്ട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ ചെറിയ മൊമെൻറ്റ്സൊക്കെ നമ്മൾ നന്നായിട്ട് എൻ്റർടൈൻ ചെയ്ത് എൻജോയ് ചെയ്യണം കേട്ടോ. നാളത്തേക്കെന്ന് പറഞ്ഞിട്ട് ഒന്നും മാറ്റി വെക്കരുത്. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു എന്താ പറയുക, ഒരു മുന്നറിയിപ്പ്, അല്ലെങ്കിൽ എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ചെരുപ്പായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. കുറേ സമയം ചെരുപ്പും കാര്യങ്ങളും. എൻ്റെ നാട്ടിൽ എനിക്ക് എൻ്റെ അമ്മയുടെ ചേച്ചീൻ്റെ പിന്നെ ഫാമിലിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ വരുന്നുണ്ട്. അപ്പോൾ എനിക്കും വരനായിട്ടിനും പിറ്റേ ദിവസം പോകണം. പിന്നെ എൻ്റെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് എനിക്ക് സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സാധനങ്ങളാണ് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനും കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ബാക്കിയിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടി നാട്ടിലേക്ക് പോവാണ്. അപ്പോൾ മാരേജ് ഫംഗ്ഷനും കൂടാം, അതും നടക്കും. അപ്പോൾ രണ്ടും കൂടി നടക്കുന്നതിലാണ് നമ്മൾ പോകാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ടായിരുന്നത്. പിന്നെ ഒരുപാട് ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചേച്ചിയും അമ്മയും കൂടെ കുറച്ചും കൂടി പർച്ചേസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ കുറേ ഫയലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അരുണേട്ടൻ്റെ SLC ബുക്ക്, +2, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഡിഗ്രീൻ്റെയും ഏട്ടൻ്റെ എല്ലാ കാര്യങ്ങളും, സർട്ടിഫിക്കറ്റ്, മാരേജ് സർട്ടിഫിക്കറ്റ് എല്ലാം വെക്കാൻ വേണ്ടിയിട്ടുള്ളതും, പിന്നെ എൻ്റെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കുറച്ചുണ്ട്, അതെല്ലാം വെക്കാൻ വേണ്ടി ഞാൻ വെച്ചു. പിന്നെ ഏച്ചി എപ്പോൾ എവിടെ പോയാലും ഏച്ചി ചവിട്ടിയെടുക്കാണ്ടിരിക്കില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞ് അവർ ബില്ലടിക്കാൻ നിൽക്കുകയാണ്. നമ്മളും കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു. പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലേറ്റായി വന്നപ്പോൾ ആൾക്കാർ കുറഞ്ഞതാണ് കേട്ടോ. ഒരുപാട് നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. രാമചന്ദ്രയിലാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ആൾക്കാർ പർച്ചേസ് ചെയ്യുന്നതെന്ന് തോന്നുന്നത്. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, എൻ്റെ മുടി ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, മുടി പോയല്ലോ എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നല്ല താരനുണ്ട്, അതിലുപരി ഒരുപാട് ടെൻഷനുണ്ട്. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ മുടി ഏകദേശം കൊഴിയും. അപ്പോൾ അങ്ങനെയാണ് മുടി മൊത്തം പോയത്. പിന്നെ അതുകൂടാണ്ട് താരം വന്നു കഴിഞ്ഞാൽ പിന്നെ മുടി നോക്കണ്ട. പിന്നെ നേരാമണ്ണം ഞാൻ മുടിനെ നോക്കുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം കേട്ടോ. പിന്നെ ഇപ്പം നിങ്ങൾ കണ്ടത് ശിലമോളുടെ ഒരു ബോൾ, 10 രൂപേൻ്റെ ഒരു ബോൾ അതിൻ്റെ ഉള്ളിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ സ്റ്റാഫാണ് എടുത്തു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ കുട്ടിയോട് താങ്ക്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേക്കും ഏച്ചി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുക്കുമ്പോഴേ ഏച്ചിൻ്റെ മുഖഭാവം ഇങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. നമ്മൾ കുറേ നാളുകൾക്ക് ശേഷമാണ് ഏച്ചി നമ്മളെല്ലാം ഒരു ഷോപ്പിങ്ങിന് പോകുക എന്ന് പറയുന്നത്. എൻ്റെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരെ സൈനിങ് ഓഫ്, ശിൽജ വിശ്വനാഥൻ. ബൈ.